ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ആയിരുന്നു കണ്ടിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള റെസണന്റ് പീക്കാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ റെസണന്റ് പീക്കിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് കോൾഡ് റെസണന്റ് പീക്ക്. സോ ഈ റെസണന്റ് പീക്കിൻ്റെ എക്സ്പ്രഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ഡൊമൈനിൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെയൊക്കെ എസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് വരും? ജെ ഒമേഗ സ്ക്വയർ ആണ് വരിക. സോ ഹോൾ സ്ക്വയർ ആണ് വരിക. സോ ഇവിടെ ജെ സ്ക്വയർ വരുമ്പം ഇറ്റ് ഈസ് -1 അല്ലേ? സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j സീറ്റ ഒമേഗ എൻ ഒമേഗ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. സോ ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാണ്. സോ ഈ ഡിനോമിനേറ്ററിനകത്ത് നിന്ന് ഐ എം ടേക്കിംഗ് ഒമേഗ എൻ സ്ക്വയർ ഔട്ട്. എനിക്ക് ഈ ടോപ്പിലുള്ള ഒമേഗ എൻ സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഒമേഗ എൻ സ്ക്വയർ ഡിനോമിനേറ്ററിൽ ഔട്ട് എടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേമിൽ ഒമേഗ എൻ സ്ക്വയർ ഇല്ല. സോ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ സ്ക്വയർ വരും. പ്ലസ് ഇവിടെ നമുക്ക് ഒരു ഒമേഗ എൻ ഉണ്ട്. ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ വരും. പ്ലസ് ഇവിടെ നമുക്ക് 1 വരും. ഓക്കെ, നൗ വി ക്യാൻ ക്യാൻസൽ ദീസ് ടു. സോ ഇത് നമുക്ക് എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ 1 ആദ്യത്തെ കൊണ്ടുവന്നു. സോ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് 2j സീറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. സോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. ഒമേഗ എൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഹിയർ? വി ആർ നോർമലൈസിങ് ദ ഫ്രീക്വൻസി അല്ലേ? ഈ ഒരു ഒമേഗ എൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു നോർമലൈസേഷൻ ആണ് നടക്കുന്നത്. സോ ആ ഒരു നോർമലൈസേഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. ലെറ്റ് ദ നോർമലൈസ്ഡ് ഫ്രീക്വൻസി യു ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. സോ ഈ ഒരു ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എന്നിന് പകരമായിട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ യു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? എം ഓഫ് ജി ഒമേഗ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇതിന് പകരമായിട്ട് വി ആർ ഗെറ്റിംഗ് യു സ്ക്വയർ പ്ലസ് 2j സീറ്റ യു എന്ന് നമുക്കവിടെ മാറ്റാൻ പറ്റും. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എം ഓഫ് ജെ ഒമേഗ. നമ്മളുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഫോം. സോ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. സോ മാഗ്നിറ്റ്യൂഡിനെ ഞാൻ എം എന്നും ഫേസിനെ ഞാൻ ആൽഫ എന്നും റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദിസ് ഈസ് എ കോംപ്ലക്സ് വാല്യൂ. നമുക്കറിയാം എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വാല്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇറ്റ് ലൈക്ക് 1 ബൈ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് 1 മൈനസ് യു സ്ക്വയർ ആണ്. സോ ദാറ്റ് സ്ക്വയർ പ്ലസ് 2 സീറ്റ യു ഹോൾ സ്ക്വയർ. സോ അതിനെ നമുക്ക് 4 സീറ്റ സ്ക്വയർ യു സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഈ ഒരു കോംപ്ലക്സിൻ്റെ ഫേസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ്സ് ലൈക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ എന്നുള്ള ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. സോ ഇതേ സെയിം സാധനം നമ്മൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ദ phase of the closed loop transfer function that is angle m of j omega is equal to tan inverse of b എന്ന് പറയുന്നത് എന്താണ്? 2 zeta u ആണ് ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് യു സ്ക്വയർ. സോ മാഗ്നിറ്റ്യൂഡും ഫേസും നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ എന്താണ്? റെസണന്റ് പീക്കിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസണന്റ് പീക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദ റെസണന്റ് പീക്ക് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എം. ഈ എമ്മിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ആ മാക്സിമം വാല്യൂ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ദ കണ്ടീഷൻ ഫോർ മാക്സിമം വാല്യൂ ഓഫ് എൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ദ ഇക്വേഷൻ ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് ഇക്വേറ്റിംഗ് ടു 0 വെൻ യു ഇസ് ഈക്വൽ ടു യു ആർ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ
എം എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം ആൻഡ് വി ആർ ഇക്വേറ്റിംഗ് ടു 0. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റെസണന്റ് പീക്ക്. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ റൂട്ട് ഓഫ് ആണ്, സോ നമുക്കതിനെ ഹോൾ ടു ദ പവർ 1/2 എന്ന് എഴുതാം. ഇത് ന്യൂമറേറ്ററിൽ വെക്കുമ്പോൾ മൈനസ് വരും, സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1 - u² ഹോൾ സ്ക്വയർ പ്ലസ് 4 zeta square u² ഹോൾ ടു ദ പവർ -1/2 എന്ന് നമുക്ക് അവിടെ കിട്ടും. സോ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു u. സോ എമ്മിനെ നമുക്ക് dm ഡിവൈഡഡ് ബൈ du വരും. സോ ദാറ്റ് ഈസ് d/du ഓഫ് ദിസ് ഹോൾ ടു ദ പവർ -1/2. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടും? ഇവിടെ -1/2 ആണ്, സോ -1/2 ഇൻറ്റു 1 - u² ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് ടേം റേസ് ടു -3/2 നമുക്ക് കിട്ടും. ഇൻറ്റു ഇതിൻ്റെ ഇൻസൈഡിൽ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു 1 - u² ഇൻറ്റു 2u വരും. പ്ലസ് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 8 zeta² u നമുക്ക് കിട്ടും. സോ ഇതാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഫോം. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇതിൻ്റെ ഹോൾ ടു ദ പവർ -3/2 താഴെ കൊണ്ടുവരികയാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും? മൈനസ് ഓഫ് ദിസ് ടേം, ഇതിനകത്തുള്ള ടേമിനെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പുറത്ത് മൈനസ് ഉണ്ട്, ഈ മൈനസ് നമ്മൾ അകത്തേക്ക് കൊണ്ടുവരികയാണ്. സോ ഇത് പ്ലസ് ആവും ഇത്. സോ നമ്മളിവിടെ ഡിഫറൻഷിയേഷൻ കണ്ടു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഇക്വേറ്റ് ടു 0 വെൻ u is equal to ur. u is equal to ur എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയൊക്കെ u ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ur കൊടുക്കുന്നു and equating to 0. So we are replacing u is equal to ur and equating to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എവിടെയൊക്കെ u ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ur കൊടുത്തു and equal to 0 കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? This numerator will be equal to 0. So that means നമുക്ക് എന്ത് ചെയ്യാം? ഈ ന്യൂമറേറ്ററിനെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യുന്നത്? ഇതിലിപ്പോൾ UR എന്ന് പറയുന്ന ടേം ആണ്, ഇറ്റ്സ് അവർ റെസണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഈ ഒരു URൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. URൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4UR നമ്മൾ കോമൺ എടുക്കുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 0. സോ ഇതിൽ നിന്ന് UR നമുക്ക് കാണണം. സോ UR റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ UR² is equal to 1 - 2 zeta² എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? UR is equal to root of 1 - 2 zeta² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ റെസണന്റ് പീക്ക് ഒക്കേഴ്സ് അറ്റ്. ഈ റെസണന്റ് പീക്ക് എപ്പോഴാണ് നടക്കുന്നത്? ഈ ഒരു UR is equal to root of 1 - 2 zeta² ആണ്. ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ. സോ നമ്മൾ ആദ്യം നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഈസ് UR is equal to ωr ഡിവൈഡഡ് ബൈ ωn എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് root of 1 - 2 zeta². ഈ എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ദ റെസണന്റ് ഫ്രീക്വൻസി ωr is equal to ωn ഇൻറ്റു ഈ ωn ഇങ്ങോട്ടേക്ക് വരും. സോ ωn ഇൻറ്റു root of 1 - 2 zeta². This is an important expression which is called resonant frequency. Okay, so നമുക്ക് എന്ത് കിട്ടി? UR is equal to ഈ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടി. Now we can do what? Put this condition in equation of m. നമ്മളുടെ equation of m എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? UR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതെന്താണ്? നമ്മുടെ എമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇവിടെ നമ്മൾ എടുത്തിരുന്ന എമ്മിൻ്റെ എക്സ്പ്രഷൻ ആണിത്. അതിൽ u ഉള്ളിടത്തൊക്കെ നമ്മൾ UR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എവിടെയൊക്കെ u ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ UR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വി ഗോട്ട് UR ലൈക്ക് ദിസ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടേം wherever UR is. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ UR² ആണ്. സോ 1 - 2 zeta² നമ്മളിവിടെ കൊടുക്കുന്നു. സിമിലർലി ഇവിടെയും UR² ആണ്. ഇവിടെ 1 - 2 zeta² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഈ ഡിനോമിനേറ്റർ ടേമിനെ നമ്മളൊന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈ 1ഉം 1ഉം ക്യാൻസലായി പോവും. ബാക്കി വരുന്ന മൈനസ് പ്ലസ് ആവും. സോ 4 zeta⁴ നമുക്ക് വരും. പ്ലസ് 4 zeta² അകത്തേക്ക് വരും. മൈനസ് 8 zeta⁴ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് 4 zeta⁴ഉം മൈനസ് 8 zeta⁴ഉം തമ്മിൽ നമുക്ക് പോയാൽ മൈനസ് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 1/root of 4 zeta² - 4 zeta⁴ നമുക്ക് കിട്ടും.
സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 സീറ്റ സ്ക്വയർ കോമൺ ആണ്, അത് നമുക്ക് ഔട്ട് എടുക്കാം. 4 സീറ്റ സ്ക്വയർ റൂട്ടിന് അടുത്തെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 സീറ്റ നമുക്ക് കിട്ടും. സോ അവർ റെസണന്റ് പീക്ക് MR അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 1 ഡിവൈഡഡ് ബൈ 2 സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റെസണന്റ് പീക്ക്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.